CBI കൂട്ടിലടച്ച തത്തയാണോ? CBIക്കെതിരെ കേരളത്തിലെ ഭരണകക്ഷിയായ CPM എപ്പോഴും ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമാണ്. കാരണം തങ്ങളുടെ ചെയ്തികളെക്കുറിച്ചുള്ള അന്വേഷണം CBI ഏറ്റെടുത്താൽ അത് തങ്ങൾക്ക് ഹാനികരമാകുമെന്ന് CPMന് അറിയാം. അതുകൊണ്ടാണ് അവർ എപ്പോഴും CBIയെ കൂട്ടിലടച്ച തത്ത എന്ന് ആക്ഷേപിച്ചത്. പക്ഷേ കേരളത്തിൽ യഥാർത്ഥത്തിൽ കൂട്ടിലടച്ച തത്ത കേരള പോലീസാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് 2019 കാസർഗോഡ് ജില്ലയിലെ പെരിയയിൽ നടന്ന ഇരട്ട കൊലപാതകത്തിലെ പ്രതികളെ ശിക്ഷിക്കാൻ അവർ കുറ്റക്കാരാണെന്ന് പ്രത്യേക CBI കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഈ കേസ് അന്വേഷിച്ചത് ആരാണ്? ഈ കേസ് അന്വേഷിച്ചത് CBI ആണ്. കാരണം കേരളത്തിലെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസാണ് ഇപ്പോൾ CBI ഏറ്റെടുത്ത് അന്വേഷണം നടത്തി പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുക മാത്രമല്ല, ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പ്രതികളെക്കാൾ 10 പേരെയാണ് കൂടുതലായിട്ട് CBI ചേർത്തത്. അവരെല്ലാവരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. ഇതിൽ CPM മുൻ MLA, കാസർഗോഡ് മുൻ MLA വരെ ഉൾപ്പെടുന്നു. MLA കുഞ്ഞിരാമൻ ഉൾപ്പെടുന്നു. CPMന്റെ ഏരിയ സെക്രട്ടറിമാർ ഉൾപ്പെടുന്നു. അങ്ങനെ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് കാസർഗോഡ് ജില്ലയിലെ പെരിയയിൽ അവർ കൊലപ്പെടുത്തിയത്. പോലീസ് ജീപ്പിൽ നിന്ന് പ്രതികളെ ഇറക്കിക്കൊണ്ടുപോയ ആൾക്കെതിരെ വരെ യാതൊരു നടപടിയും എടുക്കാതിരുന്നവരാണ് ക്രൈംബ്രാഞ്ച്. അങ്ങനെ കേരളത്തിലെ പോലീസിന്റെ ക്രൈംബ്രാഞ്ച് പ്രതികളെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. അതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ കൂട്ടിലടച്ച തത്ത കേരള പോലീസാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. കാരണം കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മികച്ച അന്വേഷണ ഏജൻസിയാണ്. ഒരുപാട് കാര്യങ്ങൾ കേരള പോലീസിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരള പോലീസിന്റെ കൈകൾ പിന്നിൽ നിന്ന് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേരള പോലീസിന് ന്യായമായി പ്രവർത്തിക്കാൻ കഴിയാതിരുന്നത്. CBI അന്വേഷണം ഏറ്റെടുത്തോടുകൂടി ആ CBI അന്വേഷണത്തെ തടയാൻ എല്ലാവിധ ശ്രമങ്ങളും കേരള പോലീസും അതുപോലെ തന്നെ CPMും ചെയ്തിരുന്നു. സാക്ഷിമൊഴികൾ നൽകാതിരിക്കുക, അതുപോലുള്ള എല്ലാവിധ രേഖകളും CBIക്ക് നൽകാതിരിക്കാനുള്ള അല്ലെങ്കിൽ കേസ് അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും കേരള പോലീസും സംസ്ഥാന സർക്കാരും ചേർന്ന് ചെയ്തു എന്നുള്ളതാണ് സത്യാവസ്ഥ. നേരത്തെ CBI അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെയാണ് കേരള പോലീസ് പോയത്. അങ്ങനെ 1.25 കോടി രൂപയോളമാണ് പൊതു ഖജനാവിൽ നിന്ന് കേരള സർക്കാർ ഈ പെരിയ കേസിൽ CBI അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി ചെലവഴിച്ചത് 1.25 കോടി രൂപയോളമാണ്. അങ്ങനെ സാധാരണക്കാരന്റെ നികുതി പണം കൊണ്ട് കുറ്റവാളികളെ രക്ഷിക്കാനാണ് CPM ശ്രമിച്ചത്. ഇപ്പോൾ CPMന്റെ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ തന്നെ കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ത്യയിലെ ഏറ്റവും കെടയറ്റ അന്വേഷണ ഏജൻസിയായ CBIയെ കൂട്ടിലടച്ച തത്ത എന്ന് ആക്ഷേപിച്ച CPM കേരള പോലീസിനെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന്, അല്ലെങ്കിൽ കേരള പോലീസിന്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് CPMനോ LDFനോ അതേപോലെ തന്നെ UDFനോ കൈകഴുകാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇപ്പോൾ മനോരമ പത്രം ഉൾപ്പെടെ പെരിയ കൂട്ടക്കൊലയിൽ പെരിയയിലെ ഇരട്ട കൊലപാതകത്തിലെ സംഭവങ്ങളൊക്കെ വളരെ നാടകീയമായി വർണ്ണിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർ ഇരകൾക്ക് വേണ്ടി പണം പിരിച്ച തുകയുടെ കണക്ക് വരെ മനോരമ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം കൂടി മനോരമ മറന്നുപോകുന്നത് TP ചന്ദ്രശേഖരൻ കേസാണ്. ഈ TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പഴയ DYFI നേതാവ്, RMPയുടെ സ്ഥാപക നേതാവ്, ആ RMPയുടെ സ്ഥാപക നേതാവിനെ കൊല ചെയ്തത് കേരളത്തിലെ CPM നേതൃത്വമാണ്. CPMന്റെ 2 ജില്ലാ ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ആ കൊലപാതകം നടത്തിയത്. അപ്പോൾ തന്നെ വ്യക്തമാണ്, CPMന്റെ 2 ജില്ലാ ഘടകങ്ങൾ യോജിച്ച് ഒരു കൊലപാതകം നടത്തണമെങ്കിൽ CPM സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവും അനുമതിയും ആവശ്യമാണെന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? അപ്പോൾ ഒരു ഘട്ടത്തിൽ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളൊക്കെ ഒന്നൊന്നായിട്ട് കേരളത്തിലെ പോലീസ് വിദഗ്ധമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അന്വേഷണം നിലയ്ക്കുകയാണ്. അന്വേഷണം ഉന്നതനിലേക്ക് കടക്കുന്നില്ല. ആ അന്വേഷണം ഉന്നതനിലേക്ക് കടക്കാതിരിക്കാൻ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതിൻ്റെ പിറകിൽ കേരള പോലീസാണ്, അല്ലെങ്കിൽ കേരള പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പാണ്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ കൂടി നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ഇവരറിയാതെ TP ചന്ദ്രശേഖരൻ കേസിലെ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടില്ല. അപ്പോൾ കേരള പോലീസും അത്
CPM ആയാലും UDF ആയാലും കേരള പോലീസും വൈദഗ്ധ്യമുണ്ടെങ്കിലും അവർ കൂട്ടിലടച്ച തത്തയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.